ഇപ്പോൾ നമ്മോടൊപ്പം അതിഥികളായി എത്തിയിരിക്കുന്നത് ഡോക്ടർ എം.എൻ. കാരശ്ശേരി കോഴിക്കോട്, ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയായി, ബി.ജെ.പിയുടെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ തൃശ്ശൂരിലുണ്ട്, അതുപോലെ കോൺഗ്രസ് പ്രതിനിധി നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആദ്യം കാരശ്ശേരി മാഷിലേക്ക് തന്നെ പോകാം. ഡോക്ടർ എം.എൻ. കാരശ്ശേരി, ആം ആദ്മി പാർട്ടി പോലും പ്രതീക്ഷിക്കാത്ത ഒരു വിജയം ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ടായിരിക്കുകയാണ്. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യേണ്ട പ്രധാന വിഷയങ്ങൾ? ആം ആദ്മി പാർട്ടി എന്ന ആ രാഷ്ട്രീയ സംഘടന കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വല്ലാതെ അങ്ങ് ഇല്ലാതായി പോകുന്നൊരു കാഴ്ച നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ രാഷ്ട്രീയ അല്ലെങ്കിൽ സാമൂഹ്യ സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രമുഖർ, താങ്കൾ ഉൾപ്പെടെയുള്ളവർ ഒത്തുചേർന്നിട്ടും ഒരനക്കവും സൃഷ്ടിക്കാതെ പോയ ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവിൻ്റെ ഒരു നേതൃത്വത്തിൽ ഡൽഹി പിടിച്ചടക്കിയിരിക്കുകയാണ്. താങ്കൾ എങ്ങനെ വിലയിരുത്തുന്നു? ഡൽഹിയിലെ ഉപതെരഞ്ഞെടുപ്പിൻ്റെ വിജയം അടിസ്ഥാനപരമായി മതേതരത്വത്തിൻ്റെ വിജയം ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും മത ജാതി വികാരങ്ങൾ ഉപയോഗിച്ചാണ് ബി.ജെ.പി. അധികാരത്തിൽ വന്നത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ 70 മണ്ഡലങ്ങളിൽ 60 മണ്ഡലത്തിലും ബി.ജെ.പിക്കായിരുന്നു ലീഡ്. 8 മാസം കഴിയുമ്പോൾ അത് മുഴുവൻ കീഴ്മേൽ മറിയാണ്. ഡൽഹിയിൽ 1,30,00,000 വോട്ടർമാരുണ്ട്. അതിൽ 81% ഹിന്ദു സമൂഹത്തിൽപ്പെട്ടവരാണ്. 12% മാത്രമേ മുസ്ലിങ്ങളുള്ളൂ. ആം ആദ്മി ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മണ്ഡലങ്ങളിലെ ജാതി മത സമവാക്യങ്ങൾ നോക്കാതെ സ്ഥാനാർത്ഥികളെ നിർത്തി ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് മേൽക്കൈയുള്ള 12 മണ്ഡലങ്ങളിലും ആം ആദ്മി ജയിച്ചു. മാത്രമല്ല, നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ ഇല്ലാത്ത തരത്തിൽ ഡൽഹി ഇമാം പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവം, നീതിബോധം, മതേതരബോധം ആം ആദ്മി കാണിച്ചു. അങ്ങനെയാണ് അവരെ തന്നെ അമ്പരപ്പിക്കുന്ന മട്ടിൽ 67 സീറ്റ് നേടി ഒരു പ്രതിപക്ഷം പോലും ഇല്ലാത്ത തരത്തിലുള്ള അമ്പരപ്പിക്കുന്ന വിജയം നേടി. ഡോക്ടർ എം.എൻ. കാരശ്ശേരി, ഒന്ന് ഇടപെടുകയാണ്. നമുക്ക് ഈ ചർച്ച ഇന്നലെയും മിനിഞ്ഞാന്നുമായി നമ്മൾ തുടരുന്ന ആ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ എനിക്ക് താങ്കളോട് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ നമ്മുടെ യുവതലമുറയിൽ ഇപ്പോൾ വർദ്ധിത വീര്യത്തോടുകൂടി കാണാൻ കഴിയുന്ന ഒരു പ്രവണതയുണ്ട്, അരാഷ്ട്രീയവാദം. ആ ഒരു ആംഗിളിൽ ആം ആദ്മി പാർട്ടിയുടെ മുദ്രാവാക്യങ്ങൾ ഉയർന്നു വരികയാണെങ്കിൽ അതിലൊരു അപകടം പതിയിരിക്കുന്നില്ലേ ഡോക്ടർ എം.എൻ. കാരശ്ശേരി? പ്രത്യേകിച്ചും വർഗജാതി സാമ്പത്തിക രാഷ്ട്രീയ ഭേദങ്ങൾ ഇല്ലാത്ത ഒരു നിലപാട്, വികസനം മാത്രമാണ് പറയുന്നത്. പറഞ്ഞോളൂ. അരാഷ്ട്രീയത എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വളരെ വ്യക്തമാക്കണം. കാരണം അഴിമതിക്കെതിരായി, വർഗീയതയ്ക്കെതിരായി ഉള്ള പോരാട്ടം അത് രാഷ്ട്രീയമല്ലേ? ഇതുപോലെ ആളുകൾക്ക് കുടിവെള്ളമില്ല, അവിടെ വൈദ്യുതിയില്ല, അവിടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ല. ഇത് നമ്മുടെ തലസ്ഥാന നഗരത്തെ പറ്റി പറയുന്നത് അല്ല. മതേതരം അല്ലെങ്കിൽ ദളിതുകൾക്ക് വേണ്ടി സംസാരിക്കുക, അതും അല്ലെങ്കിൽ ന്യൂനപക്ഷ സാഹോദര്യം, ഇതൊന്നും അരവിന്ദ് കെജ്രിവാൾ ഇതുവരെ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. മാത്രമല്ല, താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഒന്നുകൂടി പറയാം, അദ്ദേഹം പൊതു സമൂഹത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ മിക്കപ്പോഴും ഭാരത് മാതാ കി ജയ് എന്നൊക്കെയാണ് വിളിക്കുന്നത്. കാരശ്ശേരി മാഷേ, അല്ലേ? ഞാൻ പറയുന്നത് കെജ്രിവാൾ വന്ദേ മാതരം എന്ന് പറഞ്ഞോ, ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞോ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ സൗകര്യമോ സ്വാതന്ത്ര്യമോ ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് കെജ്രിവാൾ എന്ന ഒരു വ്യക്തിയെ പൂജിക്കുന്ന രീതി നമ്മുടെ രാഷ്ട്രീയത്തിന് സ്വാഭാവികമാണെങ്കിലും ആം ആദ്മിക്ക് നല്ലതല്ല എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. നമ്മുടെ ഭരണഘടന സമർപ്പിച്ചുകൊണ്ട് അംബേദ്കർ നടത്തിയ ഗംഭീരമായ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, വിമർശനാതീതമായി ഒരു വ്യക്തിയോ നേതൃത്വമോ ഉണ്ട് എന്ന് നമ്മൾ വിചാരിച്ചു പോകരുത്, അത് മതക്കാരുടെ വഴിയാണെന്നാണ്. അപ്പോൾ ഏതെങ്കിലും മീറ്റിങ്ങിൽ കെജ്രിവാൾ അങ്ങനെ പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നല്ലാതെ അത് ആം ആദ്മിയുടെ
ഒരു അടയാളമാണ് എന്ന് ഞാൻ എടുക്കുന്നില്ല. അല്ല, താങ്കൾ പറഞ്ഞു വന്ന ഒരു പോയിന്റ് തന്നെ ഒന്ന് സൂചിപ്പിച്ചോട്ടെ. ദില്ലി ഇമാമിന്റെ പിന്തുണ വേണ്ട എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട അരവിന്ദ് കെജ്രിവാൾ അതുവഴി ഒരു ഹിന്ദു വോട്ടിന്റെ കൺസോൾട്ടേഷൻ കൂടി തന്ത്രപൂർവ്വം നേടിയെടുത്തു എന്ന് അനുമാനിച്ചുകൂടെ? അല്ല, അങ്ങനെയാണെങ്കിൽ അല്ല, ഇപ്പം നമ്മൾ ഈ തരത്തിലാണ് വ്യാഖ്യാനിക്കുന്നതെങ്കിൽ അത് മറ്റു പാർട്ടിക്കാർക്കും പറ്റുമല്ലോ. എന്തായാലും ചെയ്യാത്തത്? ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ മറുവിഭാഗത്തിൻ്റെ വോട്ട് കൂട്ടമായിട്ട് വരും എന്നുള്ളത് ഒരു തന്ത്രമാണ് എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് മറ്റു പാർട്ടിക്കാർക്ക് ചെയ്യാൻ പാടില്ലാത്തത്? അപ്പോൾ ഏതെങ്കിലും ഒരു ഇമാമിനോട് വോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അനവധി സംസ്ഥാനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മതം, അദ്ദേഹത്തിൻ്റെ പാരമ്പര്യം, അദ്ദേഹത്തിൻ്റെ സാമുദായികത ഒക്കെ പിന്തുടരുന്ന ആളുകളുണ്ടാവും. അവർക്ക് ഇത് വലിയ ക്ഷോഭമുണ്ടാക്കും, അത് വലിയ പ്രകോപനമാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ നമ്മുടെ രാഷ്ട്രീയക്കാർ. തീർച്ചയായും താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ എം എൻ കാരശ്ശേരി, പ്രത്യേകിച്ചും ധർണ പാർട്ടി എന്നുള്ള ചീത്തപ്പേര് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ് താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന ആം ആദ്മി പാർട്ടി. ഡോക്ടർ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ബി ജെ പി എന്തു പറയുന്നു? ഇപ്പോൾ ആധുനിക സമൂഹം പോലും ലജ്ജിച്ച് തലതാഴ്ത്തി നിൽക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ സംഘപരിവാർ സംഘടനകൾ എത്തി നിൽക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഡൽഹി തെരഞ്ഞെടുപ്പിൽ 31% വോട്ടർമാരുടെ പിന്തുണയുള്ള പ്രധാനമന്ത്രിയും 56% വോട്ടർമാരുടെ പിന്തുണയുള്ള മുഖ്യമന്ത്രിയുമാണ് ഇപ്പോൾ ദില്ലിയിലുള്ളത്. എങ്ങനെ കാണുന്നു? പ്രദീപേ, തീപ്പൊട്ടിക്കൊള്ളി ഒരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രകാശത്തിൽ ഒരു സൂര്യൻ്റെ പ്രഭയില്ലാതാവും എന്ന് പറയുന്നത് അല്പത്വമാണ്. എം എൻ കാരശ്ശേരി മാഷോട് അദ്ദേഹം വമ്പിച്ച വിജയം നേടിയതിന് ഞാൻ അഭിവാദ്യങ്ങളും ഒക്കെ അർപ്പിക്കുന്നതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഭാരത് മാത വിളിക്കുന്നതും വന്ദേമാതരം വിളിക്കുന്നതും ശരിയല്ല എന്ന്. അത് എം എൻ കാരശ്ശേരി മാഷെ പോലുള്ള ഒരാൾ പറയാൻ പാടില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യം. രണ്ടാമത്തെ കാര്യം, ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് വിശാലമായ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ ഒരു തിരമാല മാത്രമാണ്. ഒരു തിരമാല. ആ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ ഒരു തിരമാല കണ്ടിട്ട് അതിനെ അളക്കാൻ പോകരുത്. ആ തിരമാലകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തിരമാലകൾ അതിക്രമിച്ച് അല്ലെങ്കിൽ അതിജീവിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് അനന്തമായ സാഗരമാണ്. അതിനെപ്പറ്റി അതിൻ്റെ ആഴവും പരപ്പും എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ വിരോധമില്ല. സാറാ ജോസഫിനെ കൊണ്ടും എം എൻ കാരശ്ശേരി മാഷെ കൊണ്ടും ഒക്കെ എന്തായാലും ഇവരെ സാരമില്ല, നമുക്ക് ക്ഷമിക്കാം. എനിക്കൊരു സംശയം, എനിക്കറിയാം താങ്കളിൽ നിന്ന് അറിയാൻ പറ്റുമോ എന്നറിയില്ല. പഴയ ഒരു RSS സ്റ്റാൾവാർട്ട് ഉണ്ടായിരുന്നു, ഗോവിന്ദാചാര്യ. അദ്ദേഹമല്ല ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ക്യാമ്പിലാണെന്നുള്ളൊരു ഒരു സംസാരം വരുന്നുണ്ട്. എന്തെങ്കിലും അറിവുണ്ടോ? അല്ല, ഗോവിന്ദാചാര്യ സംബന്ധിച്ചിടത്തോളം സ്വദേശി ജാഗരണ മഞ്ചുമായിട്ട് സ്വദേശി പ്രസ്ഥാനവുമായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ മുഴുവനും. ഇന്ത്യയിലെ സമസ്ത മേഖലകളിലെയും ആളുകളുമായി അദ്ദേഹം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അണ്ണാ ഹസാരെയായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നു, ഇടതുപക്ഷ ബുദ്ധിജീവികളായിട്ട് ബന്ധപ്പെടുന്നു. സ്വാഭാവികമായിട്ടും കെജ്രിവാളുമായിട്ടും അദ്ദേഹം ബന്ധമുണ്ടായിരിക്കാം, ഞാനത് നിഷേധിക്കുന്നൊന്നുമില്ല. അതൊക്കെ കണ്ടെത്തേണ്ടത് മാധ്യമങ്ങളാണല്ലോ. പക്ഷെ ഞാനൊരു പ്രധാനപ്പെട്ട വിഷയം മിസ്റ്റർ പ്രദീപ് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇവിടുത്തെ മാധ്യമക്കാരോ അല്ലെങ്കിൽ ചില ആളുകൾ ഇവിടെ മതേതരത്വം പറയുന്ന ചില ആളുകൾ പറയുന്നത് പോലെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എനിക്ക് പറയാൻ സമയം തരണം. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ സന്തോഷകരമായിട്ടാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ വിജയത്തെ അല്ലെങ്കിൽ അതിൻ്റെ അവസ്ഥയെ കാണുന്നത്. രണ്ട് കാര്യം കൊണ്ടാണ്. ഒന്ന്, ഡൽഹി തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യയിലെ രാഷ്ട്രീയം രണ്ടായിട്ട് മാറിയിരിക്കുന്നു. അത് ഒന്ന്, ഇതുവരെ നെഹ്റുവിയൻ കോൺഗ്രസിനെ സെൻട്രിക് ആയിട്ടുള്ള രാഷ്ട്രീയമായിരുന്നു. അത് മാറി ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അജണ്ടയെ അഥവാ ഹിന്ദുത്വത്തെ സെൻട്രലൈസ് ചെയ്യുന്ന ഒരു രാഷ്ട്രീയമായിട്ട് മാറിയിരിക്കുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, റഷ്യക്കും ചൈനയ്ക്കും ജയ് വിളിച്ച് നടന്നവരും ഭാരതമാത വിളിക്കാൻ തയ്യാറല്ലാതെ നടന്നിരുന്ന ആളുകൾ അടക്കമുള്ള ആളുകൾ, അതായത് അപ്പുറത്തും ഇപ്പുറത്തും രണ്ടു ചേരിയും ഭാരതമാതാവും വന്ദേമാതരവും ഒന്നും വിളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. താങ്കൾക്ക് വിശദമായി വിഷയം ചർച്ച ചെയ്യാൻ ഞാൻ സമയം അനുവദിക്കാം. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, മോദിയാണോ മോഡിയാണോ? ഒരു പ്രധാനമന്ത്രിയുടെ പേര് പോലും പലരും തെറ്റി പറയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. സത്യത്തിൽ എന്താണ് പേര്? നരേന്ദ്രമോദിയാണോ നരേന്ദ്രമോദിയാണോ? അറിവില്ലായ്മ കൊണ്ടുള്ള സംശയമാണ്. നിങ്ങൾക്ക് രണ്ടും വിളിക്കാം. നിങ്ങൾ രണ്ടും വിളിച്ചോളൂ. മോദി എന്ന് വിളിച്ചാലും മോഡി എന്ന് വിളിച്ചാലും വിളിയല്ലോ. ശ്രീ നരേന്ദ്രമോദി ഏറ്റവും അധികം പ്രചാരണം നടത്തിയ ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പായിരുന്നു ഡൽഹിയിൽ. അദ്ദേഹം പ്രചരണം നടത്തിയ 3 സ്ഥലത്തും BJP തോറ്റു. 5 കാര്യങ്ങൾ താങ്കൾക്ക് മറുപടി പറയാം. 5 കാര്യങ്ങൾ. എന്താണ് കാരണം? ഞങ്ങളുടെ ഒരു അനുമാനം കൂടിയാണ്. ഒന്ന്,
എന്നെ അനുസരിക്കുന്ന മുഖ്യമന്ത്രി മതി എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവന. 2, ഘർ വാപ്പസി, അതായത് മതപരിവർത്തനം. നിങ്ങൾ വേറൊരു ഭാഷയാണ് അതിന് ഉപയോഗിക്കുക. അതുപോലെ അവിടുത്തെ പള്ളിയിലെ ആക്രമണങ്ങൾ ഇനിയുണ്ട്, ക്രൈസ്തവ ദേവാലയങ്ങൾ, അതുപോലെ മോഡി ധരിച്ച കോട്ട്, ഒപ്പം എതിർകക്ഷികളെ മോദിയൊക്കെ അരവിന്ദ് കെജ്രിവാളിനെതിരെ അതിശക്തമായി ഒക്കെ പ്രസംഗിച്ച് നടക്കുന്ന ഒരവസ്ഥ. ഇതെല്ലാം ജനങ്ങൾ തീർച്ചയായും നോക്കിക്കാണില്ലേ ശ്രീ ഗോപാലകൃഷ്ണൻ? നല്ലൊരു ഭാവിയല്ലേ കളഞ്ഞു കുളിക്കുന്നത്? പ്രദീപ് ഇതൊന്നുമല്ല ഇതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. മോദി അവിടെ എത്ര സമയം ചെലവഴിച്ചു എന്നോ എത്ര പ്രചരണത്തിൽ പങ്കെടുത്തു എന്നൊന്നും അല്ല അടിസ്ഥാനപരമായ കാര്യം. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ. തിരിച്ച് മഹാരാഷ്ട്രയിൽ വിജയിച്ചു, ഹരിയാനയിൽ വിജയിച്ചു, ജമ്മു കാശ്മീരിൽ വിജയിച്ചു, ജാർഖണ്ഡിൽ വിജയിച്ചു. ആ സമയത്ത് നിങ്ങളിത് മോദിയുടെ വിജയമാണെന്ന് ഇതേ കൈരളി പറഞ്ഞില്ലല്ലോ. അന്ന് പറഞ്ഞത് എന്താ? അന്ന് പറഞ്ഞത് ആന്റി ഇൻകംബൻസി എന്നാണ് പറഞ്ഞത്. ഡൽഹി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ പ്രധാനപ്പെട്ട 4 കാരണമുണ്ട്. അതിലെ പ്രധാനപ്പെട്ട 4 കാരണങ്ങളാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ കാരണമെന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യത്തെ പരാജയത്തിന്റെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ കോൺഗ്രസിന്റെ വോട്ട് ഷെയർ കൂടുകയും സംഘപരിവാർ അല്ലെങ്കിൽ BJPയുടെ വോട്ട് ഷെയർ കുറയുകയും ചെയ്താൽ നിങ്ങൾ എന്ത് പദമാണ് ഉപയോഗിക്കുക? കൈരളി TV-യിൽ ഇതുവരെ ഉപയോഗിച്ചിരുന്ന പദം എന്താണെന്ന് അറിയോ? വോട്ട് വിറ്റു എന്നാ. ഞാൻ ചോദിക്കട്ടെ തിരിച്ച്, എന്താണ് ഡൽഹിയിൽ സംഭവിച്ചത്? 23%, 25% ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭയിലും ഒക്കെ കിട്ടിയിരുന്ന കോൺഗ്രസിന്റെ വോട്ട് 9%, 8%-ആയി കുറഞ്ഞു. എവിടെ പോയി 16%? താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ എം എൻ കാരശ്ശേരിയുണ്ട്. ഇപ്പോൾ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് PS സലീം ചേരുന്നു. കോൺഗ്രസിന്റെ നേതാവാണ്, KPCC സെക്രട്ടറിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം ഡൽഹിയിലെ അവസ്ഥ. ഒരു ദൃശ്യം കണ്ടതിന് ശേഷം നമുക്ക് അഡ്വക്കേറ്റ് PS സലീമിലേക്ക് പോകാം. ഇത് ആരെന്ന് പ്രേക്ഷകർക്ക് ഒരുപക്ഷെ ഓർമ്മ വരുമായിരിക്കും. 2009-ൽ അന്നത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്ന P. ചിദംബരം വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ഒരു ഷൂ എടുത്തെറിഞ്ഞ മാധ്യമപ്രവർത്തകനാണ് ജർണയിൽ സിംഗ്. അദ്ദേഹം ഇന്ന് തിലക് നഗറിലെ MLA ആണ്. കോൺഗ്രസിൻ്റെ അവസ്ഥ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത്രമാത്രം പരിഹാസവും അവഹേളനവും നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യം കോൺഗ്രസിന് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ? പ്രത്യേകിച്ച് നവമാധ്യമങ്ങളെല്ലാവരും കൂടി രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും കൊല വിളിച്ചിരിക്കുകയാണ്. അഡ്വക്കേറ്റ് PS സലീം, താങ്കളൊരു അഭിഭാഷകൻ കൂടിയാണല്ലോ. എന്തെങ്കിലും നിയമ നടപടിക്ക് സാധ്യതയുണ്ടോ? അല്ല പ്രദീപ്, ഒരു നിയമ നടപടിയിലേക്കൊന്നും പോകേണ്ട ഒരു അനിവാര്യത ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലൊന്നുമില്ല. ഇവിടെ ഈ ഡൽഹി തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി നേടിയ വിജയത്തെ അത് പൂർണ്ണമായും അത് വിജയമായി തന്നെ അംഗീകരിക്കുന്നു. വിജയത്തിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല. പക്ഷേ അതുകൊണ്ട് ഇവിടെ പ്രദീപ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ സോഷ്യൽ മീഡിയകളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ പരിഹാസ വിധേയമാകുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു വിലയിരുത്തലിലേക്കൊക്കെ നമ്മൾ ഇത്ര പെട്ടെന്ന് പോകണോ? 49 ദിവസം ഡൽഹിയിൽ അധികാരത്തിലിരുന്ന അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടി ഒരുപക്ഷെ ഡൽഹിയുടെ ചരിത്രത്തിൽ, ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരു വലിയ വിജയം നേടി എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ആരും വിസ്മരിക്കുന്നില്ല. പക്ഷേ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വന്നത് കോൺഗ്രസ് ആയിരിക്കാം. പക്ഷേ ഈ വലിയ പരാജയത്തിന് ആം ആദ്മി പാർട്ടിയുടെ വലിയ വിജയത്തിന്റെ ഉത്തരവാദി കോൺഗ്രസ് ആണോ? അങ്ങനെ ഒരു വിലയിരുത്തലിലേക്ക് ഇവിടെ കാരശ്ശേരി മാസ്റ്ററെ പോലെയുള്ള ആരും കടന്നു ചെന്നിട്ടില്ല. ഇവിടെ ഞങ്ങൾ പരാജയപ്പെട്ടു. ഞങ്ങളുടെ അടിസ്ഥാന വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയിലേക്ക് പോയെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്രത്തിലെ BJP സർക്കാരാണ്. അഡ്വക്കേറ്റ് സലീം, നമുക്ക് കുറച്ചുകൂടെ കൗതുകരമാക്കാം ഈ ചർച്ച. ഇത് നമ്മൾ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയിരിക്കുകയാണല്ലോ. ഞാൻ ചോദിക്കുന്നത്, ഈ പാർട്ട് ടൈം പൊളിറ്റിക്സിന് ഇനിയും സാധ്യത ഉണ്ടോ ഇന്ത്യയിലെ ജനാധിപത്യത്തിൽ? മിക്കവാറും പാർട്ടിയുടെ AICCയുടെ പ്രധാനപ്പെട്ട നേതാവായ രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പോലും വരുന്നില്ലെന്നുള്ള പരാതി ഒരു വശത്ത്. താങ്കൾക്കറിയാം, പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു വയോവൃദ്ധനായിട്ടുള്ള മല്ലികാർജുൻ ഖാർഗെ കൊണ്ടുപോയി പാർലമെന്ററി പാർട്ടി നേതാവാക്കി
വാഴിച്ചിരിക്കുകയാണ്. വല്ലാത്ത നിർജീവാവസ്ഥയാണ്. തിരിച്ചറിയുന്നില്ലേ താങ്കൾ? അല്ല പ്രദീപ്, ഒരു പരാജയത്തിന്റെ സ്വാഭാവികമായ എല്ലാ ദൗർബല്യങ്ങളും ഞങ്ങൾക്കുണ്ട്. അത് നിഷേധിക്കാൻ കഴിയില്ല. പക്ഷെ മല്ലികാർജുനൻ ഖാർഗെ ലോക്സഭയിലെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ അദ്ദേഹം അഭിമാനകരമായ പ്രവർത്തനം നടത്തുന്നുണ്ട്. ഇന്ത്യൻ പാർലമെന്റിൽ നരേന്ദ്രമോദിയുടെ മൃഗീയ ഭൂരിപക്ഷത്തിനെതിരായി ആ ഗവൺമെന്റ് സ്വീകരിക്കുന്ന ജനാധിപത്യ മതേതരത്വ നിലപാടുകൾക്കെതിരായി അതിശക്തമായി ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചുരുങ്ങിയ അംഗങ്ങൾ മാത്രമുള്ള കോൺഗ്രസ് അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയത്തിലേക്ക് പോയതിനു ശേഷമാണ് ഈ പാർലമെന്റിലും കോൺഗ്രസ് അടിസ്ഥാനപരമായി വിശ്വസിക്കുന്ന നമുക്കറിയാം ഇതെല്ലാം വളരെ ഇതൊക്കെ തന്നെയാണ് താങ്കൾക്ക് പറയാനുള്ളതെന്നും നമുക്കറിയാം. കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ ഇപ്പോൾ തന്നെ തിരിച്ചു വരാൻ അഡ്വക്കേറ്റ് പി എസ് സലീം, ഫക്രുദ്ദീൻ അലി നമ്മോടൊപ്പം ഉണ്ട്. നമ്മളിപ്പോൾ ചർച്ച ചെയ്ത ഇന്ന് ഒരു ട്വീറ്റ് ഉണ്ടായിരുന്നു, അത് ചേതൻ ഭഗത്തിൻ്റെ, ഇന്നലെയാണെന്ന് തോന്നുന്നു. അതായത് BJPയുടെ MLA-മാർക്ക് ഒരു ഓട്ടോറിക്ഷ വിളിച്ച് പോയാൽ മതി, 3 പേരല്ലേ ഉള്ളൂ. ഈ ഒരു അവസ്ഥയെ നമ്മൾ എങ്ങനെ നോക്കിക്കാണണം? അല്ല, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കുറച്ചു കാലം നമ്മളൊരു വഴിത്തിരിവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാമ്പ്രദായികമായ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഡൽഹി ദർബാർ, നരേന്ദ്രമോദിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഡൽഹി ദർബാർ കേന്ദ്രീകരിച്ചുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്നുള്ള ഒരു മോചനം ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതൊരു വളരെ കൃത്യമാണ്. അതിന് ഇൻഡിക്കേറ്റർ ആയിരുന്നു മോഡിയുടെ വിജയം. ഞാൻ നേരത്തെ രാധാകൃഷ്ണൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, അതൊരു ബന്ധപ്പെടുത്തി അങ്ങ് പറയാം. ഗോപാലകൃഷ്ണൻ സത്യത്തിൽ മോഡിയുടെ വിജയം എന്തായിരുന്നു? മോഡിയുടെ വിജയം കോൺഗ്രസിന്റെ ലാസ്റ്റ് UP സെക്കൻഡിന്റെ സമയത്തുണ്ടായ അഴിമതിക്കും എല്ലാം എതിരായിട്ട് ജനങ്ങളുടെ ശക്തമായ വികാരം, ആ വികാരം ഉണ്ടായിരുന്നു. ആ വികാരത്തെ ചാനലൈസ് ചെയ്യാൻ ഇന്ത്യയിലെ ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള മറ്റു പാർട്ടികൾ കഴിയാതെ വരുമ്പോൾ മറ്റൊരു ദേശീയ പാർട്ടി മോഡി വരുന്നു. മോഡിയുടെ കോർപ്പറേറ്റ് BJP വരുന്നു. BJPയുടെ നേതാവായ മോഡിയുടെ കോർപ്പറേറ്റ് അജണ്ടയ്ക്ക് ഇവിടെയുള്ള മുഖ്യധാരാ മാധ്യമങ്ങൾ പിന്തുണ കിട്ടുന്നു. അങ്ങനെ കോൺഗ്രസിനെതിരെ ഒരു ബദൽ എന്ന രീതിയിൽ മോഡി അവതരിക്കപ്പെട്ടപ്പം മോഡിക്ക് കിട്ടിയിട്ടുള്ള BJP കിട്ടിയ നെഗറ്റീവ് വോട്ടാണ് ഒന്ന്. അന്ന് ജനങ്ങൾ വിചാരിച്ചത് എന്താ? മോഡി പറഞ്ഞത് പിന്നെ സ്വിസ് ബാങ്കിലുള്ള പണം തിരിച്ചുകൊണ്ട് ഈ 15 കോടി ആളുകൾ കൊടുക്കുന്നൊക്കെ നമുക്ക് വിടാം, സ്വിസ് ബാങ്കിലെ പണം തിരിച്ചുകൊണ്ട്. അതിലും കോൺഗ്രസിന്റെ പോളിസി തന്നെയാണ് പിന്തുടരുന്നത്. മെല്ലപ്പോക്കാണ്. മാത്രമല്ല നമുക്ക് അറിയാമല്ലോ, നടക്കില്ല. പക്ഷെ ജനങ്ങളെ തിരിച്ചു നമ്മളപ്പോൾ ഇന്ത്യയിലെ 50% ഇപ്പോൾ തത്വത്തിൽ നിരക്ഷരകുഷികളാണ്. അവർക്ക് തിരിച്ചറിയാൻ കുറച്ച് ടൈം എടുക്കേണ്ടി വരും. അപ്പോൾ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ പതുക്കെ ഈ ഒരു യാഥാർത്ഥ്യം, ഇവരുടെ അജണ്ടയും കോൺഗ്രസിൻ്റെ അജണ്ടയും വ്യത്യസ്തമല്ല. ഇവരുടെ അജണ്ടയും കോർപ്പറേറ്റ് അജണ്ടയാണ്. ഞാൻ 2 കാര്യങ്ങൾ പറയാം. ഡൽഹി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 2 ഘടകങ്ങൾ, ഒന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥരെ മറ്റും സ്വാധീനിച്ച ഘടകം എന്ന് വെച്ചാൽ മോഡി ഹരിയാനയിൽ അയാളുടെ സ്വന്തം ഒരാളെ, ഒരു വലങ്കൈയായിട്ടുള്ള ഒരാളെ മുഖ്യമന്ത്രിയാക്കി. ഈ മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുത്ത ഉടനെ ചെയ്തത് എന്താ? അവിടെ ഉദ്യോഗസ്ഥരുടെ വിരമിക്കൽ പ്രായം 60 നിന്ന് 58 കുറച്ചു. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഡൽഹിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഹരിയാനക്കാരുള്ള ജാട്ടുകളുള്ള ഉദ്യോഗസ്ഥരുള്ള പ്രദേശമാണ്. അവരുടെ സെൻസിബിലിറ്റി, അവർ വഞ്ചിക്കപ്പെട്ടത് അവർക്ക് തോന്നി. രണ്ടാമത്തെ കാര്യം, ഈ ലാൻഡ് ബില്ല് 2003 ലാൻഡ് ബിൽ അക്വിസിഷൻ ബില്ലിലും കൊണ്ടുവന്ന ഭേദഗതികൾ, ഈ ഭേദഗതികൾ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്ത് ഡൽഹിക്കാരെയാണ്. അഡ്വക്കേറ്റ് സലീം, താങ്കൾ പറയാൻ പോകുന്ന ഉത്തരങ്ങൾ എന്തെല്ലാമെന്ന് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും മനഃപ്പാഠമാണ്. എങ്കിൽ പോലും ഒന്ന് ചോദിച്ചോട്ടെ, എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? നമ്മൾ നാണക്കേടിൻ്റെ വല്ലാത്തൊരവസ്ഥയാണ്. പ്രത്യേകിച്ച് താങ്കൾക്കറിയാം ശർമിഷ്ഠ മുഖർജി ആരാണെന്ന്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ മകളെയാണ് നിങ്ങൾ അവിടെ കൊണ്ടുപോയി നിർത്തി തോൽപ്പിച്ചിരിക്കുന്നത്. താങ്കൾക്ക് ഉത്തരം പറയാം. ഇനിയും രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി നമസ്കാരം തുടരണ്ട, പറയൂ. പ്രദീപിന്റെ പരിഹാസത്തിന്റെ മുഴുവൻ കൂരുമ്പുകളും കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത്, 1977 ഇന്ത്യ രാജ്യത്തെ തെരഞ്ഞെടുപ്പാണെന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു. ഇന്ത്യയുടെ ഹൃദയഭൂമിയായ ഉത്തർപ്രദേശിലെ 84 ലോക്സഭാ സീറ്റുകളിലും കോൺഗ്രസ് അതിദയനീയമായി പരാജയപ്പെട്ടു. ഇവിടെ ഫക്രുദ്ദീൻ പറയുകയായിരുന്നു ഇപ്പോൾ ഇടവേള സമയത്ത് ഷീലാ ദീക്ഷിത് നല്ല മുഖ്യമന്ത്രിയായിരുന്നു, അവർ തോൽക്കാൻ കാരണം ഇവിടെ വല്ലാത്ത അഴിമതി, അതുപോലെ കോമൺവെൽത്ത് ഗെയിംസിലെ അഴിമതിയും മറ്റു കാര്യങ്ങളും കൊണ്ടാണ് ആ നല്ലൊരു മുഖ്യമന്ത്രി തോറ്റുപോയതെന്നാണ്. അഴിമതിയാണ് പ്രശ്നം. നോക്കൂ, നിങ്ങളെ ഇന്ത്യയിൽ ഇപ്പൊ അവശേഷിച്ചിരിക്കുന്ന ഒരേ ഒരു തുരുത്താണ് ഈ കേരളം. കർണാടക മാറ്റി നിർത്തിയാൽ ഇവിടെ എന്താ സ്ഥിതി? ഇവിടെ ദേശീയ ഗെയിംസിൽ വൻ അഴിമതി നടക്കുകയാണ്. അത് മറച്ചു വെക്കാൻ ശ്രമിക്കണം. എന്ന് വെച്ചാൽ ചരിത്രത്തിൽ നിങ്ങൾ പാഠം ഉൾക്കൊള്ളുന്നില്ല. പാഠം ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ അടുത്ത 10 വർഷത്തിനിടയ്ക്ക് ഇന്ത്യ കോൺഗ്രസ്. ഒരു നിമിഷം അദ്ദേഹം പറഞ്ഞു പൂർത്തിയാക്കി. പ്രദീപ്, ഫക്രുദ്ദീനോട് എനിക്കൊരു അവസരം തരാൻ പറയൂ. ഫക്രുദ്ദീൻ ഇനി അവസരം കൊടുക്കുന്നില്ല, നമ്മൾ പറഞ്ഞോളൂ. ഇവിടെ ഇപ്പം ഫക്രുദ്ദീൻ വളരെ ആവേശപൂർവ്വം ഇടപെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഇവിടെ അഴിമതിക്കെതിരായുള്ള ഒരു വലിയ പ്രചരണം ഈ തെരഞ്ഞെടുപ്പിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും
കോൺഗ്രസിനെതിരായ ഒരു വലിയൊരു ആയുധമാക്കി ഇന്ത്യയിൽ കോർപ്പറേറ്റുകൾ, കോൺഗ്രസ് വിരുദ്ധർ, BJP-യുടെ പിന്നിലണിനിരുന്ന സംഘപരിവാർ ഇതൊക്കെ ബോധപൂർവം നടത്തിയതിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ് ഇന്ന് ആം ആദ്മി പാർട്ടി നേടിയ വിജയം എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു ദേശീയ തലത്തിൽ 130 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു പാർട്ടി, ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയെ ഭരിച്ചൊരു പാർട്ടി, ആ പാർട്ടിക്കെതിരായുള്ള നിരന്തരമായ പ്രചരണങ്ങൾ, നിരന്തരമായ ആക്രമണങ്ങൾ, അത് BJP ആണെങ്കിലും ഇന്ത്യയിലെ ലെഫ്റ്റ് പാർട്ടീസ് ആണെങ്കിലും അതൊക്കെ ആ ആരോപണങ്ങളെ ഒക്കെ അവസാനം ചെന്നെത്തി നിന്നത് ദില്ലി തെരഞ്ഞെടുപ്പിൽ അതിന്റെ ബെനിഫിഷ്യറിയായി മാറിയത് ആം ആദ്മി പാർട്ടിയാണ്. പക്ഷേ പ്രദീപ്, ഞാൻ ചോദിക്കുന്നത് ഇതൊരു ശാശ്വത പ്രതിഭാസമായി കാണാൻ കഴിയുമോ? നമുക്ക് കാരശ്ശേരി മാഷിലേക്ക് ഒന്നുകൂടെ പോവാം. ഡോക്ടർ MN കാരശ്ശേരി, ആം ആദ്മി പാർട്ടിയിൽ വല്ലാതെ പ്രതീക്ഷ വെച്ചിരിക്കുകയാണ് ഡൽഹിയിലെ സാമാജികർ. മാത്രമല്ല, ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വം അരവിന്ദ് കെജ്രിവാളിന് പനി പിടിച്ചെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അത്രയും വലിയൊരു മാൻഡേറ്റാണ് നൽകിയിരിക്കുന്നത്. കുറച്ചുകൂടി കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഈ നമ്മളൊക്കെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കുറേ കാലമായി സാമൂഹ്യ പരിഷ്കരണ രംഗത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാരശ്ശേരി മാഷിനെ പോലുള്ളവർക്ക് കുറച്ച് സംഭാവനകൾ ഈ ഒരു ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ നേതൃത്വം നൽകുന്ന ആ ഒരു സംസ്കാരത്തിന് നൽകാൻ സാധിക്കും. അതിൽ നിന്ന് മാറി നിൽക്കാതിരിക്കുകയാണ് വേണ്ടത്. പ്രദീപ്, ഒരു പ്രധാന കാര്യം, അതായത് ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യത്തോട് എനിക്കൊരു മറുപടി പറയേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ, വന്ദേ മാതരം എന്നോ ഭാരത് മാതാ കി ജയ് എന്നോ പറയാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു എന്ന് അദ്ദേഹം എന്തിനാ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ വിചാരിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരാളല്ല, ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. പ്രദീപ് എന്നോട് ചോദിച്ചത് അത്തരം കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറഞ്ഞാൽ ഹിന്ദു വികാരം ഇലക്ഷനിൽ ഉപയോഗിച്ചോ എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അദ്ദേഹം ഏതെങ്കിലും പൊതുയോഗത്തിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ സൗകര്യമോ സ്വാതന്ത്ര്യമോ ആണ്. അത് ആം ആദ്മി പാർട്ടിയുടെ അടയാളമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ വന്ദേ ഭാരത് മാതാ എനിക്ക് ചോദിക്കാനുള്ള ഈ സാമ്രാജ്യത്തെ ആഗോളവൽക്കരണത്തിനെതിരെ ആം ആദ്മി പാർട്ടി ശബ്ദം ഉയർത്തുമോ? നമുക്ക് പ്രതീക്ഷിക്കാമോ? ആ ഒരു പോയിന്റിലേക്കാണ് ഞാൻ കാരശ്ശേരി മാഷയുടെ മറുപടി പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കണം. എന്താ കാരണം വെച്ചാൽ, ആം ആദ്മി പാർട്ടി ഒരു പ്രത്യയശാസ്ത്രം അല്ല പ്രദീപ്, ആം ആദ്മി പാർട്ടി ഒരു പ്രത്യയശാസ്ത്രം രൂപം കൊടുത്തതിന് ശേഷം പ്രവർത്തനത്തിന് ഇറങ്ങുന്ന ഒരു കക്ഷിയല്ല. പ്രവർത്തനത്തിലൂടെ പ്രത്യയശാസ്ത്രത്തിന് രൂപം കൊടുക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് അംബാനി, അദാനി തുടങ്ങിയുള്ള കോർപ്പറേറ്റുകളെയും അവരുടെ താല്പര്യങ്ങളെയും ആണ് ഞങ്ങൾ എതിർക്കുന്നത്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട എതിരാളി കോൺഗ്രസോ BJP-യോ അല്ല, അംബാനിയാണ് എന്ന് പറയുന്ന ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ. തീർച്ചയായിട്ടും അതിൻ്റെ പിറകിലുള്ളത് അമേരിക്കൻ സാമ്രാജ്യത്വവും അത്തരം കുത്തക മുതലാളിത്തവും, അദ്ദേഹത്തിൻ്റെ വാക്കുപയോഗിച്ച് പറഞ്ഞാൽ ക്രോണി ക്യാപിറ്റലിസവും, അതായത് ചങ്ങാത്തം കൊണ്ട് നടക്കുന്ന മുതലാളിത്തം, അതൊക്കെ ഞങ്ങളുടെ എതിരാളികളാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത് അവിടുത്തെ സൈക്കിൾ റിക്ഷക്കാരും ഓട്ടോറിക്ഷക്കാരും ചായക്കാരും തൊഴിലാളികളായ ആൾക്കാരും കൂടിയാണ്. IT ആളുകളുണ്ട്, ക്ലാർക്കന്മാരുണ്ട്, ഡോക്ടർമാരുണ്ട്, വക്കീലന്മാരുണ്ട്. ആ കൂട്ടത്തിൽ പാവപ്പെട്ട തൊഴിലാളികളും ഉണ്ട്. അപ്പോൾ മുതലാളിത്തത്തിനെതിരായൊരു നിലപാട് എങ്ങനെയായാലും ആം ആദ്മിക്ക് എടുക്കേണ്ടി വരും. അതെടുക്കുന്ന തരമാണ് കെജ്രിവാൾ എന്നാണ് ഇന്നത്തെ നല്ലൊരു പോയിന്റിലാണ്. ഫക്രുദ്ദീനോട് ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. ഈ ഇപ്പോൾ നമുക്ക് കണ്ടുവരുന്ന ഒരു പ്രവണത, ഇവോൾവിംഗ് ഐക്കൺസ് വളരെ പെട്ടെന്നാണ്. അന്നാ ഹസാരെയൊന്നും നമ്മൾ പഠിക്കുന്ന സമയത്ത് പേര് പോലും കേട്ടിട്ടില്ല. ഇന്ന് മഹാത്മാഗാന്ധിയേക്കാളും വലിയ ഇന്റർനാഷണൽ ഫിഗറായി മാറുകയാണ് കേജ്രിവാൾ. ഇത്തരം ഇവോൾവിംഗ് ഐക്കൺസിന് എത്രമാത്രം പ്രസക്തിയുണ്ട്, അത് നിലനിൽക്കുമോ? പ്രത്യേകിച്ചും കാരശ്ശേരി മാഷ് പറഞ്ഞു, ഒരു കേജ്രിവാളിസം അല്ല വേണ്ടത്. ലോകത്ത് എല്ലായിടത്തും തന്നെ ഇങ്ങനെ നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടിയെ വ്യത്യസ്തമായിട്ട് ഒരു പുതിയ കാലഘട്ടത്തോട്, അതാത് കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉദ്ദേശിക്കുക ഡെലിവർ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയുള്ള അന്വേഷണമുണ്ട്. ഇപ്പം നമുക്കറിയാം, പിന്നെ ഗ്രീസിൽ സിരിസ എന്ന് പറഞ്ഞിട്ടുള്ള ലെഫ്റ്റ് വിങ് പാർട്ടി, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ലെഫ്റ്റ് വിങ് പാർട്ടി. അപ്പോൾ ജർമ്മനിയിൽ ഉണ്ടാകുന്നു, ഇസ്രായേൽ ഉണ്ടാകുന്നു, ഇസ്രായേലിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഫ്രാൻസിലുണ്ടാകുന്നു, ഇവിടെ എല്ലാ രാജ്യങ്ങളും ഉണ്ടായി വരുന്നു. അങ്ങനെ ഇന്ത്യയിൽ ഉണ്ടായി വരുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവരുടെ എല്ലാം ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ ലെഫ്റ്റ് പൊസിഷനാണ്. അപ്പോൾ ഈ
സെൻട്രൽ ലെഫ്റ്റ് പൊസിഷൻ എത്രത്തോളം ഇവർ നിൽക്കുന്നു അത്രത്തോളം ഇവർക്ക് ജനപിന്തുണ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം CPM CPI ഉൾപ്പെടെയുള്ള ഇപ്പോൾ സെൻട്രൽ ലെഫ്റ്റ് ആയിട്ടുള്ള പാർട്ടികൾ എന്ത് നിലപാടെടുക്കും, അവർ എങ്ങോട്ട് പോകും? അത് ഓൾറെഡി ഒരു പുതിയ സെൻട്രൽ ലെഫ്റ്റ് പാർട്ടി വരുമ്പോൾ അവർ സ്വയം പുതുക്കേണ്ടതായിട്ട് വരും. അല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇപ്പോൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണെങ്കിൽ പോലും BJPക്കും കോൺഗ്രസിനും ബദലായിട്ട് ഒരു മൂന്നാം മുന്നണി ഉണ്ടായി വരേണ്ട ആവശ്യകതയുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയുണ്ടോ? ഇതൊരു തുടക്കമാണോ? സ്വാഭാവികം നമ്മളങ്ങനെ കരുതും. ജനങ്ങൾ പുതിയ ഒരു ഓപ്ഷൻ അന്വേഷിക്കുന്നുണ്ട്. ഈ കോൺഗ്രസും BJPയും ഒരു നാണയത്തിന് ഇരുവശങ്ങളാണ് ജനങ്ങൾക്ക് അറിയാം. BJP ആണ് കൂടുതൽ അപകടകാരിയാണ്, കാരണം കമ്മ്യൂണലാണ്, RSS കമ്മ്യൂണൽ അജണ്ട കൂടിയുണ്ട്. അതുകൊണ്ട് ഒരു ഓപ്ഷൻ ജനങ്ങൾ ഇപ്പം ഡൽഹി നമുക്കറിയാലോ, ഈ വിഭജനത്തിന്റെ ഫലങ്ങൾ അനുഭവിച്ച ആളുകളുള്ള സ്ഥലമാണ്. അവിടെയാണ് BJP ഇപ്പം വൻ പരാജയം BJPക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിന് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? BJPയുടെ കമ്മ്യൂണൽ അജണ്ടയ്ക്ക് ഉപരിയായിട്ട് കോൺഗ്രസിന്റെ കോർപ്പറേറ്റ് അജണ്ടയ്ക്ക് ഉപരിയായിട്ട് ഒരു ജനകീയ അജണ്ടയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണമുണ്ട്. അത് ഇവോൾവ് ചെയ്ത് വരും എന്നാണ്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണനെ മറന്നുപോയി. അദ്ദേഹം BJPയുടെ പ്രതിനിധിയായിട്ട് അവിടെ ഇരിക്കുകയാണ്. താങ്കളോട് ചോദിക്കട്ടെ, അമിത്ഷായും നരേന്ദ്രമോദിയും നേരിട്ട് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്ന ഒരു സംസ്കാരം വല്ലാത്ത പ്രതിഷേധമുണ്ടാക്കി. മാത്രമല്ല, ഹിന്ദുത്വ സംഘടനകൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നു. ഒരു പക്ഷേ ചില ശ്രദ്ധകൾ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ BJPക്ക് ഒരു അവസരമായിരുന്നില്ലേ കളഞ്ഞു കുളിച്ചത്? ഇത്രമാത്രം മോദിയിലേക്ക് പോകണോ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ? പ്രദീപേ, പരാജയമാണ്. പക്ഷെ പരാജയത്തിൽ നിന്നുകൊണ്ട് സിദ്ധാന്തത്തെ ഞങ്ങൾ ചർച്ച ചെയ്യില്ല. സിദ്ധാന്തത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ പരാജയത്തെ ചർച്ച ചെയ്യും. ഞങ്ങളത് വിശകലനം ചെയ്യും. ഞങ്ങളത് അതിലുള്ളതെല്ലാം മാറ്റും. 2 എണ്ണമായിട്ട് BJP എന്ന് പറയുന്ന സംഘടന വെറും 2 എണ്ണം ലോകസഭയിലായി ഇല്ലാതായി പോയ സംഘടനയാണ്. ആ സംഘടനയാണ് ഇന്ത്യ ഭരിക്കുന്നത്. പക്ഷെ പ്രദീപേ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം മുഴുവിപ്പിക്കാൻ നിങ്ങൾ എനിക്ക് സമയം തന്നില്ല. അതായത് 15% കോൺഗ്രസിൻ്റെ വോട്ടും 8% ഇടതുപക്ഷത്തിൻ്റെയും അതുപോലെ JDU 20 കാൻഡിഡേറ്റ് മത്സരിച്ചതാണ് JDU കഴിഞ്ഞ പ്രാവശ്യം. ആ 8% കൂടുന്ന ആ 23-24% വോട്ടാണ് ഈ ആം ആദ്മി പാർട്ടിക്ക് പോയത്. ആ വോട്ട് കൊണ്ടാണ് ആം ആദ്മി പാർട്ടിക്ക് ഇത്രയും വിജയം നേടാൻ കഴിഞ്ഞത്. BJPക്ക് യാതൊന്നും സംഭവിച്ചിട്ടില്ല. ഒരു ചുക്കും ചുണ്ണാമ്പും BJPക്ക് ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, വാസ്തവത്തിൽ കൈരളി ചാനലിനെ പോലെയുള്ള ചാനൽ ചർച്ച ചെയ്യേണ്ട ഒരു പ്രശ്നമുണ്ട്. എന്താ അറിയോ? നമ്മുടെ ഫക്രുദ്ദീനൊക്കെ എല്ലാ ചർച്ചയിലും വന്നിരിക്കുമ്പോൾ ഞാൻ ഇടതുപക്ഷം എന്ന് പറയാറുണ്ട്. ഇടതുപക്ഷത്തിന്റെ സ്പേസ് ഇന്ത്യയിൽ ഇല്ലാതായിരിക്കുന്നു ഈ ഡൽഹി തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട്. അതാണ് വാസ്തവത്തിൽ ചർച്ച ചെയ്യേണ്ടത്. 450, 250, 300 മറുപടി നൽകണം. ഇതൊരു അപേക്ഷയാണ്. അമിത്ഷാ, നരേന്ദ്രമോദി, ഒരുപാട് രാഷ്ട്രീയത്തിന്റെ ഒരു മൂലക്കുമില്ലാത്ത, എവിടെയും കണ്ടുപരിചയമില്ലാത്ത ഒരുപാട് പേർ, സിനിമാ നടികൾ, സീരിയൽ നടികൾ, സ്ത്രീകൾ, എവിടെയാണ് അവരൊക്കെ? ഇനി എന്ത് ചെയ്യും? വല്ലാത്ത അത്തരം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് ഉപരിപ്ലവപരമായിട്ട് പോകുന്നത് ശരിയല്ലല്ലോ. ഒരു ചോദ്യത്തിന് പോലും മറുപടി കിട്ടുന്നില്ല അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ. ഉപരിപ്ലവം പറഞ്ഞോളൂ. പ്രദീപേ, നിങ്ങളുടെ ചോദ്യം വളരെ കൃത്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ ഞങ്ങൾ അന്തസ്സായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ജനങ്ങളുടെ ഇടയിൽ ഞങ്ങൾ പ്രവർത്തിക്കും. ഞങ്ങൾ തിരിച്ചു വരും. അത് ഡൽഹിയിൽ മാത്രമല്ല, ഇന്ത്യയിൽ മുഴുവൻ വരും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചോദിക്കട്ടെ, 5 തെരഞ്ഞെടുപ്പ് നടന്നു, 4 സ്ഥലത്ത് ഞങ്ങൾ ജയിച്ചില്ലേ? നിങ്ങൾ പരാജയം സംബന്ധിച്ച് അതിൽ നിന്ന് അനുഭവ പാഠങ്ങളും ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള മനസ്ഥിതി പോലും നഷ്ടപ്പെട്ടു അല്ലേ? താങ്കൾ മാതൃകയാക്കണം അഡ്വക്കേറ്റ് PS സലീം ഇവിടെ സംസാരിക്കുമ്പോൾ. ഇല്ലില്ല, തീർച്ചയായിട്ടും പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. ഡോക്ടർ MN കാരശ്ശേരിയിലേക്കാണ് പോകുന്നത്. ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നമുക്ക് സമയം വളരെ കുറവുണ്ട് എങ്കിൽ പോലും ഈ വർഗ്ഗജാതി സാമ്പത്തിക ഭേദങ്ങൾ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്ക് ആം ആദ്മി പാർട്ടിക്ക് വരാൻ സാധിക്കുമോ? ഒപ്പം ഈ ധർണ പാർട്ടി എന്നുള്ള പേര്, അല്ലെങ്കിൽ ആ ഒരു ഇമേജ് മാറ്റിയെടുക്കാൻ ഇനിയെങ്കിലും സാധിക്കുമോ? അതുകൂടാതെ ഈ ആഗോളവൽക്കരണത്തിനെതിരെയുള്ള നീക്കങ്ങൾ നമ്മൾ ആകെ കണ്ടിട്ടുള്ളത് ഈ റീറ്റെയിൽ മേഖലയിൽ FDI ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിനെതിരെ കേജ്രിവാൾ ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. അത് നടപ്പാക്കുമോ? ഇത്തരം കാര്യങ്ങളിൽ എന്താണ് കാരശ്ശേരി മാഷ് അനുമാനിക്കുന്നത്? വളരെ പ്രധാനമാണ് എൻ്റെ ചോദ്യം. അല്ല പ്രദീപ്, എന്താ വെച്ചാൽ ഈ കേജ്രിവാളിൻ്റെ ഒരു നിലപാട് ഞങ്ങൾ ഇടത്തോ വലത്തോ അല്ല, ഞങ്ങൾ പ്രായോഗിക ബുദ്ധികളാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സാധാരണക്കാരന്, തൊഴിലാളിക്ക്, ദരിദ്രന്, അസംഘടിതന് അവൻ്റെ ഭൗതിക ജീവിതം മെച്ചപ്പെടുത്താൻ, അവന് നീതി ഉറപ്പാക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അല്ലാതെ ഈ പ്രത്യയശാസ്ത്ര ചർച്ചയ്ക്ക് വേണ്ടി നേരം കളയരുത് എന്നതാണ് ആം ആദ്മിയുടെ നിലപാട്. പ്രത്യയശാസ്ത്രം ഉണ്ടാക്കി വെച്ചിട്ട് അതിൽ നിന്ന് പ്രവർത്തിക്കുക എന്നതൊരു രീതി, പ്രവൃത്തിയിലൂടെ പ്രത്യയശാസ്ത്രം രൂപം കൊള്ളുക എന്നുള്ളത് രണ്ടാമത്തെ രീതി. അപ്പോൾ ഇതാണ് ഗാന്ധിയൻ രീതി. നമ്മുടെ ദേശീയ പ്രസ്ഥാന കാലത്തൊക്കെ അതാണ്. നമുക്ക് പ്രത്യയശാസ്ത്രം ഉണ്ടാക്കി വെച്ചിട്ട് പ്രവർത്തിക്കാനുണ്ടായത്.
ഈ പ്രവൃത്തിയിലൂടെ പ്രത്യയശാസ്ത്രം രൂപം കൊള്ളുക. അപ്പോൾ പ്രത്യയശാസ്ത്രമുള്ളവരാണ് ഇത് മധ്യവർഗത്തിന്റെ പാർട്ടിയാണ് എന്ന് പറഞ്ഞത്. മാഷെ നല്ല ശുഭാപ്തി വിശ്വാസത്തിലാണെന്ന് അറിയാം. പക്ഷെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രത്യയശാസ്ത്രമില്ലാതെ ആയിരിക്കും. മാഷ് കണ്ടതാണ്, നമ്മളെല്ലാവരും കണ്ടതാണ്, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ നാമാവശേഷമായി പോകുന്ന ഒരു അവസ്ഥ. അപ്പോൾ അപ്രതീക്ഷിതമായത് എന്തെങ്കിലും ചെയ്യുക എന്നതിനപ്പുറത്ത് പ്രത്യയശാസ്ത്രം ഇല്ലാതെ പ്രവർത്തിക്കാം എന്നുള്ളൊരു വ്യാമോഹമല്ലേ അത്? അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 432 മണ്ഡലങ്ങളിൽ ആം ആദ്മി മത്സരിച്ചു. അത് തീർച്ചയായിട്ടും വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം പറയാണ്, അത്രയും അളവിൽ പോയത് അബദ്ധമായിരുന്നു. 49ാമത്തെ ദിവസം അദ്ദേഹം രാജിവെച്ചു. അതും അബദ്ധമായിരുന്നാണ് പൊതുവെയുള്ള കണക്കൂട്ടൽ. പക്ഷേ ഡൽഹിയിലെ 1,30,00,000 വോട്ടർമാരിൽ മഹാഭൂരിപക്ഷവും അദ്ദേഹത്തെ വിശ്വസിച്ചു. അദ്ദേഹത്തിന് അബദ്ധം പറ്റിയിരിക്കാം, അദ്ദേഹം എടുത്തിയാട്ടക്കാരനായിരിക്കാം, അദ്ദേഹത്തിന് പ്രായോഗിക ബുദ്ധി കുറഞ്ഞു പോയിരിക്കാം. ഇങ്ങനെ തെറ്റുകുറ്റങ്ങളുള്ള സാധാരണ മനുഷ്യന്മാരാണ്, അല്ലാതെ തെറ്റാവരം കിട്ടിയ ബിഷപ്പുമാരോ മതാധ്യക്ഷന്മാരോ അല്ല രാഷ്ട്രീയക്കാർ. ഞങ്ങൾ ആം ആദ്മിയാണ്, സാധാരണക്കാരാണ് എന്ന നിലപാട് അദ്ദേഹം എടുത്തത്. സമരഭൂമിയായി മാറുമോ ഡൽഹി ഇനിയുള്ള ദിവസങ്ങളിൽ? പക്ഷേ കേൾക്കുന്നുണ്ടോ? ഇനിയുള്ള ദിവസങ്ങളിൽ സമരഭൂമി ധർണകൾക്ക് വേണ്ടി മാത്രമായി മാറുമോ? ചർച്ച കൊണ്ട് പ്രത്യേകിച്ച് 10-65 കൊല്ലം കൊണ്ട് ഡൽഹിക്ക് ഉണ്ടായിട്ടില്ല. നമ്മുടെ തലസ്ഥാന നഗരിയിൽ കുടിവെള്ളമില്ല, വൈദ്യുതിയില്ല. അവിടെ ഒരു ഓട്ടോ ഡ്രൈവർ ഹഫ്ത കൊടുക്കണം പോലീസുകാരന്, അത്ര ചെറിയ വലിയ കൈക്കൂലിയെ പറ്റിയല്ല. അപ്പോൾ ആ ഹഫ്ത കൊടുക്കുന്നതിൽ നിന്ന് ഓട്ടോ ഡ്രൈവറെ രക്ഷിക്കാൻ കഴിയുമോ എന്ന പ്രായോഗികമായ അതിനുള്ള മാൻഡേറ്റ് ആണ്, അതിനുള്ള വോട്ടാണ് നൽകിയിരിക്കുന്നത്. ഫക്രുദ്ദീനിലേക്ക് വരുന്നു. ഫക്രുദ്ദീൻ, ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളുടെ ഒപ്പം തന്നെ ഈ ഒരു അവസ്ഥ, അതായത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ BJPക്കും കോൺഗ്രസിനും എതിരായിട്ടുള്ള ഒരു ബദൽ രൂപീകരണം നമ്മൾ മുമ്പേ ചർച്ചയ്ക്ക് വന്നതാണെങ്കിൽ പോലും ആം ആദ്മി പാർട്ടി ഇത്രമാത്രം പ്രതീക്ഷ കൈവരിച്ചുകൊണ്ട് നിൽക്കുന്നു, പ്രത്യേകിച്ചും വിദേശ കുത്തകകൾക്കെതിരെയുള്ള നീക്കങ്ങൾ. അതിനപ്പുറത്ത് വേറെ ഒന്നും ഉയർത്തിക്കാട്ടാൻ അവർക്ക് പറ്റുന്നുമില്ല. വിദേശ കുത്തകകൾക്കെതിരെയുള്ള ഒരു പോരാട്ടം എന്ന് വെച്ചാൽ കാലാകാലം ഇവിടെ ഇടതുപക്ഷം എല്ലാം ഉയർത്തിക്കൊണ്ടിരുന്ന പോരാട്ടമാണ്. പക്ഷേ ഇടതുപക്ഷത്തിന് സാങ്കേതികമായിട്ടെല്ലാം ചില ഹിന്ദി മേലെ എത്തിപ്പെടാൻ ചില ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ബുദ്ധിമുട്ടുകൾ ഇല്ല എന്നുള്ളതാണ് ആം ആദ്മി പാർട്ടിയുടെ പ്രത്യേകത. ആം ആദ്മി പാർട്ടിയുടെ സത്യത്തിൽ ഇടതുപക്ഷത്തിന്റെ അജണ്ടകൾ തന്നെയാണ് പോപ്പുലറായിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. താങ്കൾക്ക് പറയാം. അതായത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം ഇനി ഭരണഘടനാപരമായ ഒരു പ്രശ്നമാണ്. കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി ഡൽഹിയിലിരിക്കുമ്പോൾ ആ സംസ്ഥാന ഗവൺമെന്റിനെ ഒരു തുണ്ട് ഭൂമി പോലുമില്ല, ഒരു പോലീസുകാരൻ പോലുമില്ല. ഇന്ന് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രത്യേക സംസ്ഥാനം എന്നുള്ള അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സംസ്ഥാനം എന്നുള്ള അവകാശം നേടി നൽകണമെന്നാണ്. അത് പ്രായോഗികമല്ല താനും. അപ്പോൾ ഈ ഭരണഘടനാപരമായ പ്രശ്നം ജനങ്ങളുടെ വോട്ട് നൽകിയത് അതൊരു നല്ലൊരു ഫലത്തിലേക്ക് വരാതെ പോയി പോകുമോ എന്നുള്ള സംശയം കൂടി നിലനിൽക്കുന്നുണ്ട്. അല്ല, ഇതിന്റെ ഒരു സമരം മാത്രം പോരല്ലോ. അല്ല, ഇതിപ്പം കാർഷിക മാഷ് പറഞ്ഞ പോലെ കെജ്രിവാൾ മുൻ അനുഭവങ്ങൾ പാഠം പഠിച്ചിട്ടുണ്ട്. ഇപ്പം സമരം ഭരിക്കുന്ന കൂടെ തന്നെ സമരം ചെയ്യുന്നത് തെറ്റൊന്നല്ല, പക്ഷേ വളരെ സമാധാനപരമായ ഒരു അനാർക്കിയിലേക്ക് പോകാതെ ഇപ്പം EMS സമരം നയിച്ചിട്ടുണ്ട്, VS അച്യുതാനന്ദൻ ഈ കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി സമരം നയിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ. ആ രീതിയിലുള്ള സമരങ്ങളാണ്. പക്ഷേ പലപ്പോഴും കഴിഞ്ഞ തവണ സമരങ്ങൾ കൈവിട്ടു പോയിരുന്നു. കെജ്രിവാൾ മോഡിയെ പോലെ നല്ല അനുഭവങ്ങൾ പാഠം പഠിക്കുന്ന ഒരാളാണ്. സമയക്കുറവാണ്. അഡ്വക്കേറ്റ് PS സലീം, ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഈ ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാൾ വിജയിച്ചപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ വിളിച്ച് അഭിനന്ദിച്ചു, അദ്ദേഹത്തെ ചായ കുടിക്കാൻ വിളിച്ചു. നാളെ ചായ കുടിക്കാൻ പോവുകയാണ്. സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റുമെങ്കിലും കാണിക്കാമായിരുന്നില്ലേ? അല്ല പ്രദീപ്, ഇത് സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ വിളിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും അതൊന്നും ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ പ്രസക്തിയുള്ള കാര്യമല്ല. പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഒരു പ്രത്യയശാസ്ത്രമില്ലാതെ, ഇവിടെ കാരശ്ശേരി മാസ്റ്റർ പറഞ്ഞത് വെച്ച് ഞാൻ പറയുകയാണ്, ഒരു പ്രത്യയശാസ്ത്രമില്ലാതെ ഒരു പാർട്ടിക്കും ഒരു ഗവൺമെന്റിനും എത്ര കാലം മുമ്പോട്ട് പോകാൻ കഴിയും? ഇവിടെ ഡൽഹിയിലെ ജനങ്ങളുടെ 1-2 ചെറിയ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്താണ് അരവിന്ദ് കെജ്രിവാൾ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. പക്ഷേ ഇന്ത്യ രാജ്യത്തിൻ്റെ മൗലികമായ നിരവധി പ്രശ്നങ്ങൾ, ഇന്ത്യയിലെ BJPയുടെ വർഗീയതയ്ക്കെതിരായി, BJPയുടെ മതേതര വിരുദ്ധ നിലപാടുകൾക്കെതിരായി ഒന്നും അരവിന്ദ് കെജ്രിവാൾ ഈ തെരഞ്ഞെടുപ്പിൽ സംസാരിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ദില്ലിയിൽ ആക്രമിക്കപ്പെട്ട ഒരു പള്ളിയിൽ പോലും അരവിന്ദ് കെജ്രിവാൾ പോയില്ല. അത് നല്ലതാ. ഈ പള്ളിയിലൊക്കെ പോയിട്ട് കണ്ണീർ വയ്ക്കുന്ന കടല്ല ഇനി അടുത്ത ഒരു കലാപമില്ലാതെ നോക്കുന്ന. ഗോപാലകൃഷ്ണൻ, അവസാനമായി താങ്കളിലേക്ക്
ഇപ്പോൾ ഒരു തിരിച്ചറിവ് ഉണ്ടായി ഡൽഹിയിൽ. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ആ ഒരു മഹാമനസ്കത കൊണ്ട് അരവിന്ദ് കെജ്രിവാളിനെ വിളിച്ചിരിക്കുന്നു. നാളെ അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. എത്രമാത്രം ഈ ഒരു കേന്ദ്ര ഗവൺമെൻറ്റും ഭരണഘടനാപരമായ ഒരു ഇത്തരം ഹാസിൽസ് അതില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും? അതിൽ പ്രതികാരം ചെയ്യുന്ന പോലെയൊക്കെ ഇന്നൊക്കെ വാർത്തകളുണ്ടായിരുന്നു. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് റെയ്ഡ് നടത്തി, അല്ല അദ്ദേഹത്തിന് നോട്ടീസ് നൽകി എന്നൊക്കെ. അങ്ങനെയൊക്കെയാണോ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്? പ്രദീപ് ചോദിച്ചതിന് ഉത്തരം പറയുന്നതിന് മുമ്പ് ഞാൻ 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചോട്ടെ. ഒന്ന്, നേരത്തെ പ്രദീപ് MN കാരശ്ശേരി മാഷോട് ചോദിച്ചു കെജ്രിവാളിന് അഡ്വൈസ് കൊടുത്തോടെ. എന്താ? സമയമില്ല വക്കീലേ. കേൾക്കുന്നുണ്ടോ? സമയമില്ല. ഒറ്റ വാചകം കേൾക്കുന്നുണ്ടോ പ്രദീപേ? കേൾക്കാം. ഒറ്റ വാചകം. അപ്പോ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം കെജ്രിവാളിന് അഡ്വൈസ് കൊടുക്കാൻ വേണ്ടി ഗോവിന്ദാചാര്യ അവിടെ ഉണ്ട്. പ്രദീപേ, കാരശ്ശേരി മാഷ്ക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഗോവിന്ദാചാര്യ കൃത്യമായിട്ടുള്ള നിർദ്ദേശം വെളിപ്പെടുത്തലാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ നടത്തിയിരിക്കുന്നത്. ഗോവിന്ദാചാര്യാണ് ഉപദേശകൻ. നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. ദയവായി എല്ലാവരും ക്ഷമിക്കുക. തുടർന്നും നമ്മുടെ ചർച്ചകളിൽ പങ്കെടുക്കുക. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.